നന്നായിട്ടുണ്ട്. നല്ല കുഴപ്പമൊന്നുമില്ല. നേരെ സാമിയ വന്നിട്ട് ഒരു ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. ഇങ്ങനെയല്ലേ? പിന്നെ സാമിയ വന്നിട്ട് കാണാൻ നല്ല സൗകര്യമുണ്ട്. പിന്നെ അതേമാതിരി കയറി ഇറങ്ങുന്നുണ്ടല്ലോ, കുറച്ച് നേരം നമുക്ക് സ്വാമി കാണാം, അയ്യപ്പനെ കാണാം. മറ്റേ വന്ന് നേരത്തെ കുറച്ച് നേരം കാണാൻ പറ്റുള്ളായിരുന്നു, ഇങ്ങനെ പോയി ഇങ്ങനെ പോകണം. ഇത് വന്നിട്ട് നല്ല സൗകര്യമായിട്ട് കാണാം. ഒരു 10 മിനിറ്റ് നല്ല കണ്ട്. ഇത് നല്ല ഒരു ഇതാണ്, കുഴപ്പമില്ല. വളരെ സന്തോഷമുണ്ട്. സർക്കാരിനോട് ഭയങ്കര സന്തോഷം. ഇത് കൊള്ളാം കൊള്ളാം. എല്ലാം நல்லா இருக்கு. എല്ലാം நல்லா இருக்கு. ചെന്നൈയിൽ നിന്ന് വന്നാണ്, ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ. ഈ പ്രാവശ്യമാണ് ഞാൻ 10 പ്രാവശ്യം വന്നിട്ടുണ്ട്, 10வது വാട്ടിയാണ്. ഈ പ്രാവശ്യമാണ് சாமி நல்லா கண்டு. எல்லாம் நல்லபடி இருக்கு. ஆனால் இந்த ரூம் புக்கிங் மட்டும் எவ்வளோ ட்ரை பண்ணாலும் ஆன்லைனில் கிடைக்கவே இல்லை. ஃபோன் பண்ணால் ஃபோன் யாரும் எடுக்கலை. அங்கே தான் கொஞ்சம் ஊழல் நடக்கிற மாதிரி இருக்குது. அது மட்டும்தான் கரெக்ட் பண்ணவங்க. தரிசனம் சூப்பராக இருக்கு. சிறப்பு. ரொம்ப தரிசனம் நல்ல சிறப்பாயிട്ടുണ്ട്. ஓகே, நல்லா இருந்தது. சாமி தரிசனம் நல்லா இருந்தது. நல்லா செஞ்சுருக்காங்க. വെരി ഗുഡ്. പുതിയ ദർശന രീതി കൊള്ളാം, കുഴപ്പമില്ല. നല്ലതായിട്ട് ഭഗവാനെ തൊഴാൻ പറ്റി, നന്നായിട്ട് തൊഴുതു. ആദ്യമായിട്ട് വരുവാണോ? എങ്ങനെയുണ്ട്? ഭഗവാനെ തൊഴാൻ പറ്റിയോ? എങ്ങനെയുണ്ട് പറയേ? നന്നായിട്ട് തൊഴുതു. തൊഴുതോ? പ്രാർത്ഥിച്ചോ കാര്യങ്ങൾ? പുതിയ രീതി വന്നിരിക്കുവാണ്. അതായത് നേരിട്ട് കാണാൻ വേണ്ടിയുള്ള രീതി. ആ മാറ്റത്തെ എങ്ങനെ, ആ മാറ്റം കൊള്ളാമോ? കുഴപ്പമില്ല, നല്ല പരിപാടിയാണ്, നല്ല മാറ്റമാണ്. എന്നാലും ഇപ്പം നടക്കില്ല, ഭയങ്കര തിരക്കാണ്, ഭയങ്കര. പുതിയ രീതിയിലുള്ള ദർശന സംവിധാനത്തെ പറ്റി എന്താ? പുതിയ രീതി കുഴപ്പമില്ല, എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്കിലും നന്നായിട്ട് കാണാൻ പറ്റി. ഫ്ലൈ ഓവർ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഫ്ലൈ ഓവറിൽ കൂടെ അല്ലാണ്ട് നേരിട്ട് കയറാൻ പറ്റിയത്. കുറച്ച് തിരക്കുണ്ടായിരുന്നു, ആദ്യത്തേൻ്റെതാണെന്ന് കരുതുന്നു, എങ്കിലും നന്നായിട്ട് കാണാൻ പറ്റി, തൊഴുതു. നന്നായിട്ട് ദർശനം കിട്ടി. വളരെ താങ്ക് യു. ഇന്ന് ആക്ച്വലി അങ്ങനെയല്ല വിട്ടത്, രാവിലെ നേരെയല്ല, പഴയ ബ്രിഡ്ജിൽ കൂടെ തന്നെ വിട്ടത്. പക്ഷേ തിരിഞ്ഞ് വന്ന് നേരെ കൂടെ പോയത് മാത്രം, ബട്ട് കാണാൻ പറ്റി കുറച്ചുകൂടി സൈഡിൽ കൂടെ അല്ലാണ്ട്. സോ ദർശനം കുറച്ചുകൂടി നല്ലതായിരുന്നു. പിന്നെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു പോലീസുകാരെല്ലാവരും. കുട്ടി ഉണ്ടായിരുന്നു കൂടെ, അവരെ നന്നായിട്ട് തൊഴിക്കാനൊക്കെ പറ്റി. സോ ഇറ്റ് വാസ് ഗുഡ്. താങ്ക് യു. ഞാൻ എല്ലാരെയും നല്ലത് വരുത്തുന്ന എല്ലാ സമയം പറയാറില്ല. നന്നായി തൊഴാൻ പറ്റി, നല്ല തൃപ്തിയായി, തൊഴുത് തൃപ്തിയായി. പുതിയ രീതി നല്ലതാണ്. നല്ലതുപോലെ തൊഴുത് ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചെന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്. ഭംഗിയായി തൊഴാൻ പറ്റി. പിന്നെ നല്ല മാറ്റം, ഇങ്ങനെ തന്നെ വേണം, ഇത് തുടർന്ന് പോകണം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു രീതിയാണ്, ഞങ്ങൾക്കിഷ്ടപ്പെട്ടു. അവരുടെ സമീപനം കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ. കൊള്ളാം. നന്നായിട്ട് തൊഴുതു, നന്നായിട്ടുണ്ട്. പ്രായോഗികമായി ഇന്നൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി എന്ന് ചോദിച്ചാൽ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്ലൈ ഓവർ വീണ്ടും ഉപയോഗിക്കേണ്ടി വന്നു, കാരണം ഭയങ്കര തിരക്കായിരുന്നു. സീസണ് പോലും ഇത്രയധികം തിരക്ക് ഞാൻ എല്ലാ മാസവും വരുന്ന ആളാണ്, ഇത്രയധികം തിരക്ക് ദർശിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നെങ്കിലും വളരെ കൺട്രോളബിൾ ആയിരുന്നു. ഭംഗിയായ രീതിയിൽ എല്ലാവർക്കും ദർശനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സ്വാമി ശരണം. ഞാൻ എല്ലാ വർഷവും മണ്ഡലകാലത്തിന് ശേഷമുള്ള ആദ്യത്തെ മലയാള മാസം 1-ാം തീയതി വരുന്നതാണ്. അപ്പോൾ നല്ല ക്രമീകരണമാണ് ദേവസ്വം ബോർഡും ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 18ാം പടി കയറി കൊടിമരത്തിൻ്റെ മുന്നിൽ നിന്ന് നേരെ പോയി ഒരു 30 സെക്കൻഡ്, ഏകദേശം 40 സെക്കൻഡ് വരെ ഭഗവാനെ നേരിട്ട് കണ്ട് ദർശനം കിട്ടിയ നല്ലൊരു സൗഭാഗ്യമാണ് ലഭിച്ചത്. പക്ഷേ അത്ഭുതമായ തിരക്കാണ് ഇന്നുള്ളത്. ഈ തിരക്കിനിടയിലും വളരെ നല്ല നിലയിൽ ദർശനം കിട്ടി. എല്ലാവർക്കും നന്ദി. സ്വാമിയെ ശരണം. ഇല്ല, മുമ്പ് നമ്മുടെ കയറി മേലോട്ട് വന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് ഒരു തള്ളലായിരുന്നു, അതിൽ നമുക്ക്. പക്ഷേ ഇതങ്ങനെയല്ല, കൊടിമരം മുതൽ നമ്മൾ ഉള്ളിലേക്ക് ഡയറക്റ്റ് കയറി പോകുമ്പോൾ ആ ഒരു സമയത്ത് കാണുന്ന ദർശനം എന്ന് പറഞ്ഞാൽ വളരെ നല്ല ദർശനമായിരുന്നു. നന്ദി.